നമസ്കാരം. അടൂർ കോട്ടമുകളിലെ യുവതിയുടെ മരണം വാക്കുതർക്കത്തിന് പിന്നാലെയെന്ന് കസ്റ്റഡിയിലുള്ള സുഹൃത്തിന്റെ മൊഴി. യുവതിയും താനുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് അരുൺ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം താനാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന ആരോപണം യുവാവ് നിഷേധിച്ചു. ഷഹന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് യുവാവ് പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം കൊലപാതക സാധ്യത പോലീസ് തള്ളുന്നില്ല. മരണം കൊലപാതകമാണെന്ന് ഷഹനയുടെ കുടുംബം ആരോപിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണത്തിലെ ദുരൂഹത നീങ്ങുമെന്ന് പോലീസ് പറയുന്നു. ഏഴംകുളം KSEB ഓഫീസിലെ താൽക്കാലിക ഡ്രൈവറാണ് അരുൺ. താനുമായി അടിയുണ്ടായതിന് പിന്നാലെ ഷഹന ജീവനൊടുക്കിയെന്നാണ് അരുണിന്റെ മൊഴി. താൻ മുഖത്തടിച്ചെന്നാണ് യുവാവ് നൽകിയിരിക്കുന്ന മൊഴി. ഷഹന മരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ലെന്ന ചോദ്യത്തിന് അരുൺ മറുപടി പറഞ്ഞില്ല. ഷഹനയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു ഷഹനയുടെ മരണം. വീട്ടിൽ നിന്ന് ബഹളം കേട്ട് നാട്ടുകാർ എത്തിയപ്പോൾ ഷഹനയെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ശരീരത്തിൽ നിന്ന് ചോരയൊലിക്കുന്ന നിലയിലായിരുന്നു സുഹൃത്ത് അരുൺ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വീട്ടിലെ നിലത്തും കോണിപ്പടികളിലും രക്തമുണ്ടായിരുന്നു. ഇതോടെയാണ് ഷഹനയുടെ മരണം കൊലപാതകമാണോ എന്ന സംശയം ഉയർന്നത്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ഷഹന. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഇവർ. വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഷഹനയുടെ വിവാഹത്തിന് മുമ്പ് അരുണുമായി അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് യുവതി മറ്റൊരാളെ വിവാഹം കഴിച്ചുപോയി. ഈ വിവാഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതോടെയാണ് യുവതി വീട്ടിലേക്ക് തിരികെ വന്നത്. വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു യുവതി വീണ്ടും അരുണുമായി അടുത്തു. ഇതിനിടെ അരുണിന്റെ ബന്ധങ്ങളിൽ സംശയം തോന്നിയ യുവതിയുമായി തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് യുവാവിന്റെ മൊഴിയിൽ നിന്നുള്ള സൂചന. ഇന്നലെ വൈകുന്നേരത്തോടെ വീട്ടിനുള്ളിൽ നിന്ന് ഉയർന്ന വലിയ ബഹളം കേട്ടാണ് അയൽവാസികൾ ഓടിയെത്തിയത്. ഭയന്നുപോയ നാട്ടുകാർ ഉടൻ തന്നെ അടൂർ നഗരസഭാ കൗൺസിലർ നജ്മൽ കാവിളയെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ നജ്മൽ അടച്ചിട്ട വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവാവിനോട് കതക് തുറക്കാൻ കർശനമായി ആവശ്യപ്പെട്ടു. തുടർന്ന് യുവാവ് അകത്തുനിന്ന് കതക് തുറന്നതോടെയാണ് ഉള്ളിൽ കണ്ട കാഴ്ച കണ്ടുനിന്നവർ ഞെട്ടിയത്. ഹാളിലെ സ്റ്റെയർകേസിന്റെ പടിയിൽ ഷാളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു യുവതി. തൂങ്ങി മരണമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കാമെങ്കിലും മരണത്തിന് മുൻപ് കടുത്ത ശാരീരിക ആക്രമണം നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ നിഗമനം. ഷഹനയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ശേഷം തൂക്കിക്കെട്ടിയതാണോ അതോ മർദ്ദനത്തിന് ഇരയായ ശേഷം യുവതി സ്വയം ജീവനൊടുക്കിയതാണോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇരുവരും തമ്മിൽ മുൻപും സാമ്പത്തിക വ്യക്തിഗത തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചതായി അടൂർ DYSP PS പ്രദീപ് കുമാർ വ്യക്തമാക്കി. ശാസ്ത്രീയ പരിശോധനകൾക്കും മൃതദേഹ പരിശോധനയ്ക്കും ശേഷം മാത്രമേ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാകൂവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.